എൻ്റെ പേര് നിഷ. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മോള് എൽസ മരിയ. ഞാൻ 2019 നവംബറിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. അപ്പോൾ എൻ്റെ ഇടവകയിലുള്ള ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു, കൃപാസനം എന്നൊരു സ്ഥലമുണ്ട്, അപ്പോൾ നമുക്കവിടെ പോയി 6 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം, അങ്ങനെ പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ ചേട്ടത്തിയും കൂട്ടി ഇവിടെ വന്നത്. ഞങ്ങളങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിലോ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൊന്നും അല്ലായിരുന്നെങ്കിലും ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ഒരു പട്ടയത്തിൻ്റെ നിയോഗമായിരുന്നു. പട്ടയം കിട്ടുന്നില്ലായിരുന്നു സ്ഥലത്തിൻ്റെ. ഞാനിവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പട്ടയം കിട്ടുന്ന ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു. അവർ ആ പട്ടയം റെഡിയാക്കി തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ നിന്ന് ലഭിച്ച ഒരത്ഭുതം. പിന്നീട് എൻ്റെ മോള് 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒന്ന് നിന്ന സമയത്ത് തമാശയ്ക്ക് ഒരു മോള് പിടിച്ചൊന്ന് ഉന്തി അവൾ ഇൻ്റർലോക്കിലേക്കൊന്ന് വീഴുകയും പിന്നെ അതോടൊപ്പം നടുവേദന അതോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 10ാം ക്ലാസ് ആദ്യമായപ്പോൾ തന്നെ ഒരു സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്തൊക്കെ ലോക്ക്ഡൗൺ ആയിരുന്നു. എനിക്കിവിടെ വരാനോ ഒന്നും സാധിച്ചിരുന്നില്ലെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു മെഡിസിൻ അലർജിയാണ് അവൾക്ക്, സാധാരണ ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ പാൻറ്റോപ്രസോളോ പോലും കഴിക്കത്തില്ല. അതൊക്കെ കഴിക്കുമ്പം തന്നെ ശരീരം പെട്ടെന്ന് അത് പ്രതികരിക്കുന്നു. അപ്പോൾ സർജറി ഇച്ചിരി റിസ്ക് ആയിരിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ അതെല്ലാം വളരെ ഭംഗിയായിട്ട് അതെല്ലാം നടത്തി തന്നു. അതിനുശേഷം +1 ആദ്യമായപ്പം വീണ്ടും നടുവേദനയായി. അപ്പോൾ പഠിച്ചിരുന്ന സ്കൂളിലെ ഏറ്റവും നല്ല 3 വർഷം പോയി എന്നുള്ളതാണ് അതൊരു സങ്കടകരമായ കാര്യമായി എന്ന് വന്നത്. അപ്പോൾ ആർട്സിലും സ്പോർട്സിലും എല്ലാത്തിനും മിടുക്കിയായിരുന്നു ഇവൾ. പെട്ടെന്ന് അങ്ങ് ഒരു ഉൾവലിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വീട്ടിൽ വിഷമമായി. +1 ക്ലാസ്സിൽ പോകും, അരമണിക്കൂറോളം ദൂരമുണ്ട് സ്കൂളിലേക്ക്. ക്ലാസ്സിൽ ആദ്യത്തെ ഒരു ദിവസം പോകും, 2ാം ദിവസം പോകുമ്പം സ്കൂളിൽ നിന്ന് വിളിക്കും, ചേച്ചി മോൾക്ക് നടുവേദനയാണ്, വന്ന് കൊണ്ടുപോയിക്കോളാൻ പറയും. സയൻസ് ആണ് എടുത്തത്. ക്ലാസ്സിൽ പോകുന്നവർക്ക് പോലും മനസ്സിലാകാതെ എങ്ങനെ പഠിച്ചു എന്നൊന്നും അറിയില്ല. എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അതിനോടകം ഒരു കൃത്യമായ ഡയഗ്നോസിസ് ഒരു ഡോക്ടേഴ്സും പറയുന്നില്ല. കോട്ടയത്ത് ഡോക്ടറെ കണ്ടപ്പം പറഞ്ഞു ന്യൂറോ സംബന്ധമായ പ്രശ്നമുണ്ട്, പതിയെ മാറുള്ളൂ, അപ്പോൾ അതിന് മെഡിസിൻ എടുക്കണം. പക്ഷേ ഒരുപാട് മെഡിസിൻ കൊടുക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ ആ സമയത്തെല്ലാം ഞാനിങ്ങനെ ഉടമ്പടി തൈലമുണ്ട് നടുവിന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന സമയത്തും എല്ലാം അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ വരട്ടെ. അപ്പോൾ ഇവിടെ വരെ ഒന്ന് വരണമെങ്കിൽ പോലും ഞങ്ങൾക്ക് വളരെയേറെ ഹൈ റേഞ്ചിൽ നിന്നുള്ള യാത്രാദൂരം ഭയങ്കരമാണ്. പിന്നെ എപ്പോഴാണേലും വണ്ടിയൊക്കെ വിളിച്ച് വരണേ, സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായി. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ വന്ന് ഉടമ്പടി പുതുക്കും, ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് +2 ആയി. +2 ആയപ്പോൾ വീണ്ടും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ MRI എടുത്തപ്പോൾ ആദ്യം അവിടെ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് നെടുങ്കണ്ടം താലൂക്ക് ഹോസ്പിറ്റലിലാണ് സെക്യൂരിറ്റി ആയിട്ട്. അപ്പോൾ അവിടുത്തെ ഒരു സർജൻ പറഞ്ഞു, ചേട്ടാ എന്തോ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ പോലെ കാണുന്നുണ്ട്, അപ്പോൾ ഒക്കെ തൊടത്തില്ല, നടുവിന് ഭയങ്കര വേദനയാണ്. അപ്പോൾ അതൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി സ്കാൻ ചെയ്തു. ആ സ്കാനിങ്ങിൽ ഒന്നും തന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ ഒരു കസിൻ അവൻ്റെ ചീട്ടുകളും MRI സ്കാൻ റിസൾട്ടും എല്ലാം അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, അവൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ RCCയിലേക്ക് പോവുക, അപ്പോൾ എന്തോ ഒരു ഗ്രോത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആകെപ്പാടെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ഇത് RCC എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ മോളെയും കൊണ്ട് പോവുക എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പേരപ്പൻ്റെ മോൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, പരിചയമുള്ള ഒരു ഡോക്ടറെ തന്നെ കാണുക, ഒത്തിരി ഇടത്ത് കൊണ്ടുപോകാതെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പരിചയമുള്ള ഡോക്ടർ അനു ജോർജ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ സ്കാൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് സ്കാനിങ്ങിന് ഇറങ്ങിയപ്പം തൊട്ട് എൻ്റെ അമ്മ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഇവളെ ഒരു വണ്ടിയിൽ കിടത്തി അവിടെ വന്ന് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു ചെറിയൊരു നീർക്കെട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഇതൊരു കുറച്ച് നാൾ ഇവൾ കമിഴ്ന്ന് തന്നെ കിടക്കട്ടെ, സ്കൂളിൽ പോകണ്ട, കമിഴ്ന്ന് തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ മാത്രം എഴുന്നേക്കും. അപ്പോൾ എനിക്ക് അവിടെ നെടുങ്കണ്ട ഒരു ഹൈപ്പർ മാർട്ടിൽ ജോലിയുണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്ക് പോകണം. ഞാൻ സന്ധ്യ കഴിയും വരുമ്പം അതുവരെ അമ്മ നോക്കുകയുള്ളേ. അപ്പോൾ ഇങ്ങനെ വളരെ വിഷമിച്ച് പോകുന്നൊരവസ്ഥ. +2 സമയമാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അപ്പം എൻ്റെ അമ്മയും ഞാനും കൂടെ ഡിസംബർ 22 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മേ, ഡിസംബർ 22 കൂടി എൻ്റെ മോൾ എഴുന്നേൽക്കണം, ജനുവരി 1 മുതൽ മിടുക്കിയായിട്ട് സ്കൂളിലും പോകണം, അതിനു മുമ്പ് ക്രിസ്മസിൻ്റെ കുർബാനയ്ക്ക് ഇവൾ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു, കുർബാനയ്ക്ക് പോയി കൂടണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഡിസംബർ 15 കൂടി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അപ്പോൾ അവൾ ഞാൻ മൂലം ഇവിടെ കൃപാസനത്തിൽ വന്നതാണ്, ഞങ്ങൾ വണ്ടിയും കൊണ്ട് വരാം, പൈസയൊന്നും മുടക്കണ്ട, ഡീസലിനുള്ള അത്യാവശ്യ പൈസ മാത്രം മതി, അപ്പോൾ ഇവളെ കിടത്തിക്കൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവളും അവളുടെ സഹോദരനും കൂടെ, ഞാനും ഭർത്താവും മോളും കൂടെ ഇവളെ വണ്ടിയിൽ കിടത്തി ഇവിടെ വന്നു. അച്ഛനെ കാണിച്ചു. അച്ഛൻ തൈലം എടുത്ത് എൻ്റെ കയ്യിൽ പുരട്ടി തന്നിട്ട് പറഞ്ഞു,
മോളെ ബാത്റൂമിൽ കൊണ്ടുപോയി മോളുടെ നടുവിന് പുരട്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ചു ചെന്നപ്പോൾ തൊട്ടൊക്കെ വേദന കുറയാൻ തുടങ്ങി. എഴുന്നേറ്റ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടിയിരുന്നവൾ ഡിസംബർ 22 തന്നെ ഒരു വേദനയുമില്ലാതെ എഴുന്നേറ്റ് 23-ാം തീയതി ഇടവക പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. 24-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. രാവിലെയും രാത്രിയും 2 കുർബാനയിലും കൊയറിലും എല്ലാം അറ്റൻഡ് ചെയ്തു. ജനുവരി 1 മുതൽ മിടുക്കിയായിട്ട് സ്കൂളിലും പോകുന്നു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ മോനെ ഡിഗ്രി കഴിഞ്ഞ് എറണാകുളം സിനേഫോ സൊല്യൂഷൻസിൽ ആഡ്-ഓൺ കോഴ്സ് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പിന്നീട് ഒരു ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നതും ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവന് പഠിച്ച് കഴിയുമ്പം തന്നെ ചെറുതാണെങ്കിലും ഒരു ജോലി. അവൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഡിസംബർ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. ജനുവരി 1 തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ തന്നെ അവനെ അവിടെ ജോലിക്കെടുത്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പത്രങ്ങൾ, എൻ്റെ ഒരു ജോലിയുടെ സാഹചര്യം വെച്ച് ഒരുപാട് സമയം എനിക്ക് കിട്ടാറില്ല. എന്നാലും പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എല്ലാം പരിശുദ്ധ അമ്മയും കൃപാസനത്തെയും പറ്റി പറയുകയും പത്രം കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഏറ്റവും വലിയൊരു സാക്ഷി ഇവൾ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടവകയിൽ നിന്നൊരു കുറേ അധികം പേര് ഇവിടെ വരാനും ഉടമ്പടി എടുക്കാനും, അതോടൊപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ തന്നെ പരിശുദ്ധ അമ്മയെ പറ്റി അവരോട് പറയാനും അവർ വന്ന് ഉടമ്പടി എടുത്തവരുണ്ട്. ഇപ്പം ഇടയ്ക്കെല്ലാം ഒരു ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് എല്ലാവരും അച്ഛൻ്റെ ടോക്ക് ഇങ്ങനെ കേൾക്കുന്നത് കേൾക്കാം. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആത്മീയമായിട്ട് എനിക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഒരു പാരമ്പര്യത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. സൺഡേ സ്കൂൾ അധ്യാപനമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ ഞാൻ ജോലി ചെയ്യുന്നതിനടുത്തൊരു ഡിവൈൻ മേഴ്സി ചാപ്പലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഷിഫ്റ്റ് എടുക്കാം ജോലിക്ക്. അങ്ങനെ എടുത്ത് അവിടെ പോയി ആ ദിവികാരുണ്യ ചാപ്പലിൽ ഒരുപാട് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ പോകാറുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. പിന്നെ ജപമാല, മുടങ്ങാതെ ജപമാല. ഞങ്ങൾ ഒരു അരമണിക്കൂർ ദൂരമുണ്ട് വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക്. ഞാനും ഭർത്താവിനും അതുപോലെ സ്കൂട്ടിക്ക് പോകുമ്പോഴാണേലും കൊന്ത ചൊല്ലിക്കൊണ്ടേ പോകാറുള്ളൂ. യാത്രയിൽ എപ്പോഴും ഈ ഒരു കൊന്ത എൻ്റെ കയ്യിൽ കാണും. കൊന്ത ഒരിക്കലും മുടക്കിയിട്ടില്ല.